എന്താണ് ഉപാസനയുടെ മഹത്വം? ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മത്തിൻ്റെ 5 രക്ഷാ പുരുഷന്മാരാണ് അവരഞ്ചും. അവർ ബ്രഹ്മത്തിനെ അറിയുന്നതിന് സഹായിക്കുന്നവരും അതുപോലെ അതിനു പ്രതിബന്ധമായി നിൽക്കുന്നവരുമാണ്. ഈ ഇന്ദ്രിയങ്ങൾ ബാഹ്യ വിഷയങ്ങളിൽ ഭ്രമിപ്പിച്ച് ആത്മാവിനെ അറിയുന്നതിന് തടസ്സമായി നിൽക്കും. എന്നാൽ ഇവ തന്നെ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ച് ഒതുങ്ങി ഒലിഞ്ഞ് അന്തർമുഖമാകുമ്പോൾ ആത്മാവിനെ അറിയുന്നതിന് സഹായമായി നിൽക്കും. അതിനാൽ അവയെ അഥവാ ചക്ഷുരീന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ധ്യാനം കൊണ്ട് അധിഷ്ഠാന ദേവതകളായ സൂര്യാദികളോട് ചേർക്കുമ്പോൾ അവ ആത്മജ്ഞാനത്തിന് കാരണമായി ഭവിക്കുന്നു. അതായത് ബ്രഹ്മത്തിൻ്റെ ദ്വാരപാലകന്മാരെ പോലെ നിൽക്കുന്ന ഈ ബ്രഹ്മപുരുഷന്മാരെ ഉപാസിച്ച് ആരാധിച്ച് വശത്താക്കി ഉള്ളിൽ തിളങ്ങുന്ന ആത്മാവിനെ അറിയാൻ സാധിക്കുന്നു. ഉപാസന കൊണ്ട് ഹൃദയാകാശത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യം തന്നെയാണ് സ്വയം പ്രഭമായ ജ്യോതിസെന്ന് അത് ഭൂതമാകുന്നു. ബ്രഹ്മപ്രകാശമായ ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ വിരാജിക്കുന്നത് കൊണ്ടാണ് മനുഷ്യനെ കാണാനും കേൾക്കാനും ശ്വസിക്കാനുമൊക്കെ കഴിയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കി സംയമനത്തോടെ ധ്യാന നിമഗ്നനാകുമ്പോൾ ഉപാസനയുടെ ആ മഹത്വം മഹാനുഭൂതമാകും.